പ്രിയ കൂട്ടുകാരെ, വിഷുവൊക്കെ ആഘോഷിച്ച് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനെൻ്റെ കൃഷി ചെയ്യുന്ന പാടത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. വേറെ ആളെ സ്ഥലത്ത് പാട്ടത്തിന് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടേക്കൊന്ന് ഇറങ്ങിയാണ്. കുറേ ദിവസമായി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്. വിഷുവൊക്കെ കഴിഞ്ഞിപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ ഇറങ്ങിയാണ്. ഇതാ എൻ്റെ പടവലം കണ്ടോ? പടവലല്ല, കക്കിരി, കുക്കുംബർ എന്നൊക്കെ പറയില്ലേ, ഇത് കണ്ടോ? പറിക്കാനായിരിക്കുക. ഞങ്ങൾ കക്കിരി എന്നാണ് പറയുന്നത്. കുറേ ഉണ്ടായിരുന്നു. അതാ കണ്ടോ? അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ട്. ഇതാ അടുത്ത് ഇതാ കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചു കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ലോണം ഉണ്ടായിന്. ഇനിയും ഉണ്ടാവുന്നുണ്ട് കണ്ടോ. പിന്നെ മത്തൻ വള്ളിയാണ്, നിറയെ മത്തൻ വള്ളിയാണ്. അത് കാ കുറേ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കാ പിടിക്കുന്നില്ല. എന്താണെന്നറിയില്ല, വിത്തിൻ്റെ മോശമാണോ? പക്ഷേ അത് നമുക്ക് കാ പിടിച്ചില്ലെങ്കിലും ഇല നമ്മൾ കുറേ തോരൻ വെച്ചു. അതിൻ്റെ തണ്ടില്ലേ, ഇതാ ഇങ്ങനെ മുറിച്ചെടുക്കും ഞങ്ങൾ. എന്നിട്ട് തണ്ടും ഇലയോടി കുനുകുന അരിഞ്ഞ് തോരൻ വെക്കും. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ? ഇതാ പിന്നെ ഞങ്ങൾ പറയുന്നത് ഇളവൻ ഇതാ കാ കണ്ടോ? കുഞ്ഞി കാ പിടിച്ച് വരുന്നു കണ്ടോ? നിറയെ പൂവൊക്കെ വന്നിട്ടുണ്ട്. നിലത്തൂടിയാട്ടോ പടർത്തിയിട്ടുള്ളത്. മരത്തേലൊക്കെയാണ് സാധാരണ കയറ്റിയിടൽ, പന്തലും മരത്തേലും ഒക്കെ. അതിലൊന്നും അല്ല, നിലത്തൂടെ തന്നെ പടർന്നു പോവുക. പിന്നെ ഇതാ എൻ്റെ വാഴ കണ്ടോ? വാഴയൊക്കെ കുലച്ച് നിൽക്കുകയാണ് കണ്ടോ? വാഴക്കൊല കുറേ എണ്ണം കുലച്ചിട്ടുണ്ട്, കുറേ കൊല വെട്ടിയിട്ടുണ്ട് കണ്ടോ? ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങളെങ്ങനെയാണ്? നമ്മൾ ഒരു മുളക് തൈ നട്ട് കഴിഞ്ഞാൽ അതിൽ മുളകുണ്ടായി കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ? നമ്മൾ നട്ട് എന്താ, ഇത് ഇളവൻ്റെ പൂവാണ്. നമ്മൾ നട്ട് ആ ഇതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ നമുക്ക് എന്താ സന്തോഷം. എൻ്റെ കാര്യം കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതാ ഞാൻ വാഴേൻ്റെ ഇടയിൽ വെച്ചതാണ് കാന്താരി. ഇതാ കാന്താരി ഉണ്ടായിട്ടുണ്ട് കണ്ടോ? കാന്താരി നിറയെ കാന്താരി പിടിക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. കാന്താരി നല്ലതാണ്. ഇതിനൊക്കെ ഞാൻ ചാണകപ്പൊടിയും നമ്മളെ കടലപ്പിണ്ണാക്കും ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അത് നമ്മളെ ആവശ്യത്തിനുള്ളതാണ്. ഇതാ വെണ്ടയൊക്കെ കണ്ടോ? നവംബറിലേ കൃഷി തുടങ്ങിയിരുന്നു. എന്നാലും ഞാനിപ്പോഴും വെണ്ടേൻ്റെ തൈയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ ഗ്രോ ബാഗിൽ മുറ്റത്തേക്ക് ആക്കണമെന്ന് വിചാരിക്കുക. ഇതെൻ്റെ കയ്പയാണ് കേട്ടോ, പടർന്ന് കയറിയിട്ടേ ഉള്ളൂ. പിന്നെ ഇതാ പടവലം കുറേ കാ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇപ്പോഴും കാ പിടിക്കുന്നുണ്ട് കേട്ടോ. കുറേ കാ ഉണ്ടായിരുന്നു. കുറേ പറിച്ച് എല്ലാവർക്കും കൊടുക്കുകയും നമ്മളെടുക്കുക. ഇതാ മുഴുത്ത കാ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറിച്ച് വെച്ചതാണ്. ആദ്യമേ പറിച്ചു പോയി. പിന്നെ ഞാനിവിടെ ഇതൊക്കെ വാഴേൻ്റെ ഇടയിൽ കൂടി കേട്ടോ. കർമൂസ, നിങ്ങളെന്താ പറയുന്നത്? കപ്പളങ്ങ എന്നൊക്കെ പറയും. ഞങ്ങൾ കർമൂസ എന്നാണ് പറയുന്നത്. തൈ വെച്ചിട്ടുണ്ട്. അതൊന്നും കാ പിടിച്ചില്ല. ഇതാ കാ പിടിച്ചതൊന്നുണ്ട്. ഇത് റെഡ് ലേഡി ആണോ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ വിത്തിട്ടിരുന്നു. ഇതാ ഒരു കാ വന്നിട്ടുണ്ട്. ആണോ അല്ലയോ എന്ന്. ചെറുതായപ്പോൾ തന്നെ കാ പിടിച്ചു കണ്ടോ? ചെറിയ തയ്യ. അങ്ങനെ ഞാൻ പയറ്, വെണ്ട, ചീരയൊക്കെ നല്ലോണം ചെയ്തിരുന്നു. ചീരയൊക്കെ കുറേ നമ്മൾ കടയിൽ വിറ്റിട്ട് തന്നെ ഉണ്ട്. ഇതാ വെണ്ടയൊക്കെ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുക. വെണ്ടയൊക്കെ പൂവിടും, ഇനിയും പൂവിടും. വെണ്ടയൊക്കെ കുറേ കാലം കിട്ടും നമുക്ക്. ഈ ചീര കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറേ ചീര ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വിത്ത് വീണ് മുളച്ചത്. അതൊക്കെ കണ്ടോ? പടവലം അങ്ങനെ പടർന്ന് പിടിച്ചിരിക്കുക. പൂവിട്ട് ഇനിയും കാ ഉണ്ടാവും. നല്ലോണം കാ പിടിക്കും. ഒന്നും കൂടെ വളമൊക്കെ ചെയ്യാനായി. കുറച്ച് ദിവസമായി ഇപ്പോൾ ഇറങ്ങാതെ, വിഷുവൊക്കെ ആയപ്പോൾ ഇറങ്ങാതെ
അങ്ങനെ കിടക്കുക, പുല്ല് മൂടി. ഇനി പുല്ല് ചെത്തണം. കണ്ടോ വയലറ്റ് തണ്ടുള്ള കർമൂസ. ഇതൊക്കെ നമ്മളെ മുറ്റത്തും ഉണ്ട് കേട്ടോ. കുറേ കർമൂസം നല്ല കാ പിടിച്ച് നിൽക്കുന്നുണ്ട്. വാഴയൊക്കെ കണ്ടോ പുല്ല് മൂടി. ഇനി പുല്ല് ചെത്തണം. നിറയെ പുല്ല. ഇതൊക്കെ ചെത്തുന്ന പണിയുണ്ട്. ഇനി നമ്മൾ ഇതിൽ തന്നെ ആയിരിക്കും. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കണ്ടോ എൻ്റെ കരിമ്പാട്ടോ, അത് കാണിക്കാൻ മറന്നുപോയി. കരിമ്പ്, ഇത് മധുരക്കരിമ്പാട്ടോ. അതും ഞാൻ കൃഷി ചെയ്തതാണ്. ഒരു ചെറിയൊരു തണ്ട് വെച്ചായിരുന്നു. ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ വെട്ടി നല്ല മധുര അവരിങ്ങനെ കഴിക്കും. എല്ലാവരും എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് ചെറിയൊരു വരുമാനത്തിൻ്റെ പുറമെ അതിലും വലിയ സന്തോഷമാണ്. ഏത്തക്കൊല കേട്ടോ കൃഷി ചെയ്യുന്നത്. നമുക്ക് എനിക്ക് എന്തോ ഒരു സന്തോഷമാണ് ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്ന് ഇവരോടൊക്കെ സംസാരിച്ച്. ഇപ്പോൾ ദാ ഞാൻ ഉച്ചക്കത്തെ തോരനുള്ള ചീരയൊക്കെ മുറിച്ചെടുത്തു. കൂമ്പ് മുറിച്ചതാ അത്. അങ്ങനെ കുറേ നമ്മൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എല്ലാവരും ചെയ്യുന്നുണ്ടാവും. എന്നാലും എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞതാ കേട്ടോ.